Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മയണൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മയണൈസ് ആണ്. അപ്പോൾ ഇത് ഞാൻ മുട്ട ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുട്ട ചേർക്കാതെയുള്ള മയണൈസിന്റെ വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ബർഗറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മയണൈസ് ആണ്. അതുകൊണ്ടാണ് ആദ്യം മയണൈസിന്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാർ വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ ഒരു മുട്ടയുടെ അളവിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന മുട്ട ഒട്ടും തണുപ്പില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അല്ലി 2 അല്ലിയൊക്കെ മതിയാവും. അതൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നാരങ്ങ വേണം. അത് ഞാൻ ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് തിക്കായതിന് ശേഷം മാത്രമേ നാരങ്ങ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സ്പീഡ് ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന മിക്സിയുടെ ആ അടപ്പിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഓയിൽ ഒഴിച്ച് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ അടപ്പിലൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മിക്സി ഓഫ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ഓയിലിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. അത് ടേസ്റ്റ് നോക്കിയിട്ട് നാരങ്ങാനീരിൻ്റെ ഉപ്പിൻ്റെയൊക്കെ അളവ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് കൂടി ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ചേർക്കാം. അപ്പോൾ ചിലപ്പോൾ ഒന്ന് തിക്കായി കിട്ടാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് നാരങ്ങാനീര് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് 30 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കുറവാണ് ചേർത്തിട്ടുള്ളത്. 1/2 കപ്പിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മയണൈസ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 2-3 ദിവസം കേടാകാതെ തന്നെ ഇരിക്കും. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കൂടുതൽ നേരം വെക്കരുത്, മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മയണൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. താങ്ക് യു.